കോഴിക്കോട് വടകരയിൽ ജനവാസ മേഖലയിൽ ഖബർസ്ഥാൻ പണിയാൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ RMP ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് കനാലിനു വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിനോട് ചേർന്ന് ഖബർസ്ഥാൻ പണിയുന്നത് എന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക്. ആ പ്രദേശത്ത് തന്നെ ഖബർസ്ഥാൻ പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റു പല ഗൂഢലക്ഷ്യമെന്നും ആരോപണം. വിവരങ്ങളുമായി അനഘയുണ്ട്. അനഘ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വടകര ഒഞ്ചിയം പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ജനവാസ മേഖലയിലാണ് ഖബർസ്ഥാൻ പണിയാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയെന്നോണം ഇത്തരത്തിലൊരു ഖബർസ്ഥാൻ ഒരു ജനവാസ മേഖലയിൽ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പാടില്ല എന്നതാണ് നിയമം. ആ നിയമം ആദ്യം തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പള്ളി കമ്മിറ്റി അപേക്ഷ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു സങ്കേതം എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഈ ആപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ആദ്യം സമർപ്പിക്കേണ്ടത്. എന്നാൽ നമ്മൾ നൽകിയ വിവരാവകാശ രേഖ പ്രകാരം ഇത്തരത്തിലൊരു ആപ്പിൽ ഈ പള്ളി കമ്മിറ്റിക്കാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഖബർസ്ഥാൻ പണിയണമെന്ന അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖ ലഭിച്ചു. മറ്റൊന്ന്, ഇത്തരത്തിലൊരു അപേക്ഷ ഇത്തരത്തിൽ ഈ പള്ളി കമ്മിറ്റി നൽകിയ അപേക്ഷ മറ്റ് പരിശോധിക്കാതെ യാതൊരുവിധ ആ സ്ഥലത്ത് വന്ന് പരിശോധന നടത്താതെ മറ്റൊരു നടപടിക്രമവും പാലിക്കാതെ തന്നെ ഈ പഞ്ചായത്ത്, അതായത് RMP ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ RMP ഭരിക്കുന്ന പഞ്ചായത്ത് പാസാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ആ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ശ്മശാനം പണിയാൻ 50 ജനവാസ മേഖലയിൽ നിന്ന് 50 മീറ്റർ അകലെ മാത്രമേ ഇത്തരത്തിൽ ശ്മശാനം പണിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഖബർസ്ഥാൻ പണിയാൻ പാടുള്ളൂ. പക്ഷെ ആ നിയമമൊക്കെ തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ശ്മശാനം പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ഒരു കനാലിനായിട്ടുള്ള സ്ഥലം അക്വയർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കനാലിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ജനവിഭാഗം അവിടെയുണ്ട്. ഇത്തരത്തിലൊരു ഖബർസ്ഥാൻ ആ പ്രദേശത്ത് വരികയാണെങ്കിൽ കുടിവെള്ളം മലിനമാകുന്നതടക്കമുള്ള വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിലൊരു സ്ഥലത്ത് എഞ്ചിനീയർ, ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയർ വന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലൊരു എഞ്ചിനീയർ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് വന്ന് പരിശോധന നടത്തിയിട്ടില്ല. അതും നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചതാണ്. ആ വിവരാവകാശ രേഖയിലും ഇത്തരത്തിൽ സൈറ്റ് എഞ്ചിനീയർ വന്ന് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയൊരു ഖബർസ്ഥാൻ അടക്കമുള്ള സ്ഥലം സ്ഥാപിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഗ്രാമസഭയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് പൊതുജന അഭിപ്രായം തേടേണ്ടതുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അത്തരത്തിലൊരു ഗ്രാമസഭ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, പൊതുജന അഭിപ്രായം തേടിയിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന്, ഈ വിഷയത്തിൽ പഞ്ചായത്തിന് അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ഖബർസ്ഥാൻ പണിയണമെന്ന ഒരു പിടിവാശി നമുക്ക് ഈ എല്ലാ രീതിയിലും കാണാൻ സാധിക്കും. കാരണം ആ പ്രദേശത്ത് നിന്ന് അത്രയധികം എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടും അവിടെ തന്നെ ഖബർസ്ഥാൻ പണിയണം എന്നൊരു പിടിവാശി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് പിന്നിൽ എന്താണ് എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കടക്കാനാണ് ഈ പ്രദേശവാസികളുടെ ലക്ഷ്യം. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ ഒഞ്ചിയം പഞ്ചായത്തിലാണ് ജനവാസ മേഖലയിൽ ഖബർസ്ഥാൻ പണിയാൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ശ്രമം നടക്കുന്നത്. RMP ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണസമിതിയുടെ ഈ നീക്കം നടക്കുന്നത്.